വൈകുന്നേരം ക്രിസ്റ്റി അംഗൻവാടി വിട്ട് വരുമ്പം കൊടുക്കാൻ സ്നാക്സ് ഒന്നും ഇല്ലല്ലോ എന്ന് ആലോചിച്ചിരുന്ന് ഫ്രിഡ്ജിൻ്റെ അടുത്ത് പോയപ്പോൾ ഇരിക്കുന്ന പൈനാപ്പിൾ അത് വെട്ടിക്കണ്ടിച്ച് ക്ലീൻ ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കുനുകുനാ അരിഞ്ഞു കൊടുത്ത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ കേക്കാട്ടോ. അപ്പം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റൗ എത്തിച്ച് ഒരു ചെറുതിയിലൊരു 10 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അതിൽ 1 കപ്പ് മൈദയും പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ അല്ലായിട്ട് ബേക്കിംഗ് സോഡയും ഇട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 മുട്ട 2 എഗ്സ് ഓക്കെ 2 മുട്ടയും പിന്നെ ആവശ്യത്തിന് മധുരം പിന്നെ ഈ മുട്ടയുടെ മണം വരത്തില്ലേ അതിനും പിന്നെ പൈനാപ്പിൾ കേക്കാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. സോ പൈനാപ്പിൾ എസെൻസും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്കൊരു 1/2 ഗ്ലാസ് അരയോ 3/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യുക. അന്നത്തെ ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ ഈ സൈഡിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ചൂടോടെ ഇടൽ ഇച്ചിരി തണുക്കണം. അപ്പം നമ്മുടെ എല്ലാ മിക്സും ഇവിടെ റെഡിയാണ്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത മൈദയും ബേക്കിംഗ് സോഡയുടെ ഒരു മിക്സ് ഉണ്ട്. അതിലേക്ക് നമ്മുടെ ഈ മിക്സ് നമ്മളെല്ലാം കൂടി ഗ്രൈൻഡ് ചെയ്തെടുത്ത മിക്സ് ഇല്ലേ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ടോട്ടലി ഒരു മിക്സ് ആക്കുക. അതിലേക്ക് നമ്മുടെ പൈനാപ്പിൾ കൂടി ഇട്ട് കൊടുക്കട്ടെ. ഈ കേക്കിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈനാപ്പിൾ കിട്ടുമ്പോൾ കഴിക്കാൻ പ്രത്യേക ഒരു സുഖമാട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നടുക്ക് ഹോൾസൊക്കെ കാണാൻ പാടില്ല. അതേപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു ഹാർട്ട് ഷേപ്പായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു ട്രേ എടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തടവി കൊടുക്കാം. പിന്നെ ബട്ടർ പേപ്പർ വെച്ച് ഒന്ന് കവർ ചെയ്യുക കേട്ടോ അതെല്ലാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തൊന്ന് സെറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ഓവനിലല്ല കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത്. പകരം എൻ്റെ ഒരു പഴയ ഇഡ്ഡലി പാത്രത്തിലാട്ടോ കേക്ക് ഉണ്ടാക്കുന്നത്. ഓവനിലാണെങ്കിൽ ഓവനിലും ഉണ്ടാക്കുക. ഇഡ്ഡലി പാത്രം ഓവൻ ഇല്ലാത്തവർക്ക് ഇഡ്ഡലി പാത്രത്തിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓവനിൽ പ്രീ ഹീറ്റ് ചെയ്തില്ല. അതേപോലെ ഞാനിവിടെ ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യും പൊള്ളി. അപ്പം പ്രീ ഹീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് അതെടുത്ത് കേക്ക് നമ്മൾ വെച്ച്. അപ്പോൾ ഇഡ്ഡലി പാത്രം കുറച്ച് ലൂസായതുകൊണ്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു അരകല്ലിൻ്റെ കല്ല് ഞാൻ വെച്ചിട്ട് അരകല്ലല്ല മറ്റേ പൊടിക്കുന്ന എന്തൊരു കല്ലില്ല അത്. അപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഈ ഇഡ്ഡലി പാത്രം തുറന്ന് നോക്കിയപ്പോൾ ഇരിക്കുന്നു നമ്മുടെ പൈനാപ്പിൾ കേക്ക്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഹോൾസൊക്കെ ഇടയ്ക്ക് വരും കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ അപ്പം ടേസ്റ്റ് നല്ലതായിരിക്കും കേട്ടോ. ഷേപ്പൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ ക്രിസ്റ്റി വന്നപ്പോൾ ആൾ തന്നെ കട്ട് ചെയ്തിട്ട് കഴിച്ചേട്ടോ. കുറച്ച് ചൂടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ആൾ ഫുള്ള് കഴിച്ചെന്ന് വെച്ചാൽ ഏകദേശം ഒരു 1/4 ഭാഗം ആൾ കഴിച്ചേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്